ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഞങ്ങളൊരു കമ്പനി വണ്ടി ഇതേ പോന്നു. തൊട്ടടുത്ത് ചായക്കട ഉള്ളതുകൊണ്ട് ബോറടി മാറ്റാൻ 2 ചായയും കുടിച്ച് ഇങ്ങനെ നിന്നപ്പം ഇതേ ആളെത്തി. അങ്ങനെ എന്താ കാരണമെന്ന് ചോദിച്ചപ്പം എടപ്പള്ളി മുതൽ ചേരാലൂർ വരെ ഒരു രക്ഷയില്ല, കട്ട ബ്ലോക്കാണ്. തിരിച്ച് മറുപടി ഓക്കെ. അപ്പം ഈ ഇരിക്കുന്നതാണ് 20 ടാങ്ക്. ഇത് ഇപ്പം ലോക്കൽ പോയിട്ട് ഇതിനകത്ത് ലോഡാണ്, അവിടുന്ന് സ്റ്റഫ് ചെയ്തുകൊണ്ട് വന്നതാണ്. ഈ കാണുന്ന പുറകിലത്തെ 4 സൈഡിലും സ്റ്റിക്കറുണ്ട് കേട്ടോ. ഇതിൻ്റെ ലോഡ് എത്രയാണ്, അതിൻ്റെ വെയിറ്റ് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. 40 ഫീറ്റർ ട്രെയിലറിൻ്റെ മുകളിൽ ഈ ടാങ്ക് വെക്കുമ്പോൾ സെൻറ്ററിലേ വെക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിൽ 2 ലോക്കുണ്ട്, ബാക്കിലും അതുപോലെ തന്നെ 2 ലോക്കുണ്ട്. അങ്ങനെ നമുക്ക് വണ്ടിക്കകത്തോട്ട് കയറാം. വണ്ടിക്കകത്ത് കയറി വിഷ്ണു ചേട്ടനോട് സംസാരിച്ചപ്പോൾ വിഷ്ണു ചേട്ടനാണെങ്കിൽ കട്ടക്കലിപ്പ്, മിണ്ടുന്നുമില്ല, ഒന്നുമില്ല. ചോദിക്കുമ്പോഴത്തേനാണെങ്കിൽ കൈ ഇങ്ങനെ പോയി കാണിച്ചു. കലിപ്പായിരിക്കും അല്ലേ? ചേട്ടാ, വണ്ടി എന്താണ് ഈ ചാടുന്ന കിടന്ന്? ടാങ്ക് കയറ്റുമ്പോൾ ചാട്ടം കൂടുതലാണോ? ഇത് എവിടെ പോയതാണ് ലോഡ് എടുക്കാൻ? നമ്മൾ എറണാകുളത്ത് തന്നെ. ഓക്കെ, ലോഡ് എന്താ ഇപ്പം? കെമിക്കല്. എന്തിനാ? ടാങ്കിലല്ലേ? ഇതേത് വെച്ചാൽ കിടന്ന് തുള്ളു നടന്ന്? ഓ, സെൻട്രി വെച്ചോണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് നേരെ ഇവിടെ ഇറക്കുന്നേ? ഓ, കുലുക്കോന്ന് പറഞ്ഞാൽ അമ്മാരി കുലുക്കമാണല്ലോ, ഒരു രക്ഷയില്ലല്ലേ? ചാട്ടത്തിൻ്റെ കാര്യം ചോദിക്കാൻ വേറൊന്നുമില്ല. ഇതിനു മുമ്പ് ഞാനും ഇത് ഓടിക്കൊണ്ടിരുന്നതാണ്. അപ്പം വിഷ്ണുചേട്ടനാണെങ്കിൽ എന്നെയും കളിയാക്കുമായിരുന്നു. അപ്പോൾ ആ മുഖത്തുള്ളൊരു സന്തോഷമേ, ചുമ്മാ ഒരു രസം. ചേട്ടാ, ഇത് നേരെ അകത്തിറക്കാൻ വേണ്ടിയാണോ പോകുന്നത്? അകത്തിറക്കിട്ട് എന്താ അടുത്ത ലോഡ് വല്ലതും കയറാനുണ്ടോ? എന്താ പരിപാടി ഇത് കഴിഞ്ഞിട്ട്? എന്താണ്? ചായ കുടിക്കാൻ. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പം ഫ്രണ്ടിലൊരു ബസ് പോന്നു. അതിൻ്റെ അകത്ത് സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ. ശിവകാർത്തികൻ്റെ നല്ല അമരൻ്റെ പടത്തിൻ്റെ നല്ല പോസ്റ്റർ, ഒരു രക്ഷയില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന നടനാകട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ പമ്പിലോട്ട് ഡീസൽ അടിക്കാൻ വേണ്ടി. വിഷ്ണു ചേട്ടൻ ഇപ്പം സ്ഥിരമായിട്ട് ഇവിടുന്ന് തന്നെയാണ് ഡീസൽ അടിക്കുന്നത്. മീറ്ററിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുക. ഡീസൽ അടിച്ചതിന് ശേഷം കമ്പനിക്ക് ഇട്ട് കൊടുക്കണം, കിലോമീറ്ററും ഡീസൽ ബില്ലും. റീസെറ്റ് ചെയ്യുവാണേ. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയൊരു പമ്പ് തുടങ്ങാൻ വേണ്ടിയാണെന്ന്. അതൊന്നുമല്ല, ഞങ്ങൾ നേരത്തെ ഇവിടുന്ന് ഡീസൽ അടിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് വണ്ടിക്ക് വേറെ പമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡീസലൊക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾ വണ്ടി എടുക്കുക. ഇനി നേരെ പോർട്ടിനകത്തോട്ട്. ചായയും കടിയും മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റിയതാണ്. ചായയും കടിയും ചോദിച്ചപ്പം വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങിക്കോ, കട്ട് ഓഫാണ്, അകത്തോണ്ട് ഇറക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പുള്ളി പോയി. താങ്ക് യു.